കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് തൻ്റെ ശുശ്രൂഷ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചതായ പാസ്റ്റർ സാജൻ്റെ അടക്കാരാധനയുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ നാമത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരണം. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദീർഘനാൾ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് തൻ്റെ അവകാശത്തിലേക്ക് തന്നെ കർത്താവ് ചേർത്തുകൊണ്ടു. അതിനെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ജീവിതത്തിൻ്റെ വിവിധമായ പാതയിലൂടെ കർത്താവ് തന്നെ നടത്തി അതിനെയെല്ലാം അതിജീവിച്ച് വിജയപ്രദമായ ഒരന്ത്യം ലഭിപ്പാണ്ടക്കോണം കർത്താവ് തന്നെ സഹായിച്ചു. അതിനെയെല്ലാം ഓർത്ത് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം. മരണം കൊണ്ടും ജീവൻ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരനുഭവം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിധമായ നിലയിൽ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ താൻ തൻ്റെ സ്വന്തം ആശ്വാസപ്രദനേ നിൻമുഖം കാണാൻ ഇന്നുള്ളം വാഞ്ചിക്കുന്നേ. എന്നാശ എന്നു തീരുമോ വിലപികച്ച വിശുദ്ധരെല്ലാം മറഞ്ഞിരുന്നേ നിന്നിൽ. വിലപികച്ച വിശുദ്ധരെല്ലാം മറഞ്ഞിരുന്നേ നിന്നിൽ. എൻ പ്രിയ യേശുവേ, നീ എൻ്റെ ജീവൻ, എനിക്കു മരണം ലാഭമേ. എൻ പ്രിയ യേശുവേ, നീ എൻ്റെ ജീവൻ, എനിക്കു മരണം ലാഭമേ. ആശ്വാസപ്രദ വിട്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് തന്നെ എന്നെ തിരുത്തും. അതുപോലെ തന്നെ ചോദിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നതെന്ന് ചോദിക്കും. അങ്ങനെ അവിടെ വെച്ച് തന്നെ താൻ തിരുത്തുകയും എനിക്കത് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ബൈബിളിലെ ഇംഗ്ലീഷ് വാക്യങ്ങളെല്ലാം എനിക്ക് കാണാതെ അറിയാത്തത് കൊണ്ട് ഞാൻ പലപ്പോഴും അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അന്നേരം തന്നെ താൻ എന്നെ തിരുത്തുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങൾ തന്നോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചാൽ താൻ രോഗിയായിരുന്ന സമയത്ത് പോലും അത് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യും, അതെങ്ങനെയുണ്ട്, അത് സംഭവങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പ്രത്യേകം അന്വേഷിക്കുമായിരുന്നു. താൻ രോഗിയായതിനു ശേഷവും ഞങ്ങൾ ചില സഹോദരന്മാർ എല്ലാ ദിവസവും വൈകിട്ട് രാത്രിയിൽ കടന്നു വന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അഥവാ ഞങ്ങൾ തൻ്റെ അടുത്ത് ഞങ്ങൾ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ ഉടനെ ചോദിക്കും അവരെന്താ പ്രാർത്ഥിക്കാത്തതെന്ന്. അങ്ങനെ താൻ വളരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം വില കൊടുത്ത്
ആ പ്രാർത്ഥനയും മുഖാന്തരമായിട്ട് അധികം ബലം പ്രാപിപ്പാൻ ശക്തിപ്പെടുവാനും കർത്താവ് സഹായിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ കടന്നുപോക്ക് എനിക്കും പ്രത്യേകമായിട്ട് എൻ്റെ കുടുംബത്തിനും വളരെ തീരാ നഷ്ടമാണ്. എങ്കിലും അത് സ്വർഗത്തിൽ അതൊരു സന്തോഷമാണ്. നമ്മുടെ വേലയ്ക്കും അതൊരു വലിയ നഷ്ടമാണ്. ദൈവം ആ സ്ഥാനത്തേക്ക് അനേകം വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ എന്നുള്ളതായ വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. സിയോൻ ഗിരിയതിൽ ആർക്കും മാറിയാത്ത നവ്യഗാനത്തെ ആദ്യഫലമായിവർ ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. ആദ്യഫലമായിവർ ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. കുഞ്ഞാട് പോയത പാതയിൽ അവനെ എന്നും അനുഗമിച്ചോർ ഇവരെ. കുഞ്ഞാട് പോയത പാതയിൽ അവനെ എന്നും അനുഗമിച്ചോർ ഇവരെ. സ്വന്തബന്ധം വീടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. സ്വന്തബന്ധം വീടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മളെ വീട്ടുമഹത്വത്തിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട കൊച്ചപ്പച്ചനെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടത് ഞങ്ങളുടെയൊക്കെ കടമ തന്നെയാകുന്നു. സമയക്കുറവുകൊണ്ട് ഞങ്ങൾ ചുരുക്കം പേരായിട്ടേ പറയുന്നുള്ളൂ. ഏകദേശം 6 വർഷക്കാലം ഈ അപ്പച്ചൻ്റെ സ്നേഹവും ശാസനയും ശിക്ഷണമൊക്കെ അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെയും കൃപ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്തൊക്കെയും എല്ലാ ഫെയ്ത്തുകളിലും വിളിച്ച് അന്വേഷിച്ച് വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്ഷേമങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ഒരു പിതാവിൻ്റെ ഹൃദയം അപ്പച്ചനുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കർത്താവിൻ്റെ വേലക്കാരുടെ മീറ്റിംഗ്, രാത്രിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പകല്. ആ സമയത്തൊക്കെയും കർത്താവിൻ്റെ വേലക്കാരായി ഞങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ കർശനമായി കുറച്ച് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു കോറസൊക്കെ പാടിയൊന്ന് ആത്മാവിൽ നിറയിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്തേജനം തന്നെയായിരുന്നു. അപ്പച്ചൻ്റെ മുറിയിൽ ചെന്ന് കാണുമ്പോൾ തന്നെയാണെങ്കിലും കുറച്ച് മുട്ടായിയോ അല്ലെങ്കിൽ കുറച്ച് പേനയോ കുറച്ച് ഡയറി എന്തെങ്കിലുമൊക്കെ അവിടെ വെക്കും. അതെല്ലാം എന്നിട്ട് പറയും, ഞങ്ങളോട് പറയും ഉറങ്ങാതെ പേനായും ഡയറിയിൽ തന്നിട്ട് പറയും ഞാൻ പറയുന്നതൊക്കെ എഴുതി വെക്കണമെന്ന്. അങ്ങനെ ഒരു ഞങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്താണ്. ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്തുണ്ടെങ്കിലും തുറന്നു പറയുവാൻ ഞങ്ങൾക്ക് ഒരത്താണി തന്നെയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളുടെ പ്രയാസങ്ങളല്ല ഞങ്ങളുടെ ഏത് വിഷയങ്ങൾ പറഞ്ഞാലും സാരമില്ല, അല്ലെ സഹിക്കണം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തെറ്റുകളെ തിരുത്തി തരുന്ന ഒരു നല്ല പിതാവായിരുന്നു. ഈ കുറച്ച് നാൾ സുഖമില്ലാതെ കഷ്ടപ്പെട്ടു എന്തെങ്കിലും ഞങ്ങളൊക്കെ വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഈ അടുത്ത 1-2 മാസത്തിൽ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ തീരെ കിടപ്പിലാണ്. എന്നാൽ ഞങ്ങളോട് പറയും അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഞങ്ങളാണോ പ്രാർത്ഥിക്കേണ്ടത്, അപ്പച്ചനില്ലയോ പ്രാർത്ഥിക്കേണ്ടത്? ഇല്ല, ഇപ്പം നിങ്ങളങ്ങ് പ്രാർത്ഥിക്കുക എന്ന് പറയാം. കഴിഞ്ഞ മാസത്തിന് വന്നപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആത്മാവ് നിറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അപ്പച്ചൻ
അപ്പച്ചനും നല്ല ആത്മാവെന്നാണ് ഞാൻ ഈ ഭാഷ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ആമീൻ പറഞ്ഞു. പിന്നെ അപ്പച്ചനടുത്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചു. ഈ സുഖമില്ലാതെ ഇരുന്നപ്പോൾ ഒരു ദിവസം അപ്പച്ചൻ ആലുവ ഫെയ്ത്ത് ഹോമിൽ വന്നിട്ടു. അവിടെ ഇവിടെ ഉറക്കം ശരിയാവുന്നില്ല, ശബ്ദ മലിനീകരണമൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് അപ്പച്ചൻ ആലുവ ഫെയ്ത്ത് ഹോമിൽ വന്നപ്പോൾ എനിക്ക് ഇന്ന് കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ഒരു 1.5 ദിവസം ഞങ്ങളുടെ കൂടെ അവിടെ കഴിച്ചു വിടുവാൻ സഹായിച്ചു. പല കാര്യങ്ങളും അപ്പച്ചൻ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അപ്പച്ചൻ 10 മണി പ്രാർത്ഥനയ്ക്കും വെളുപ്പിനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ അപ്പച്ചൻ വന്നിരുന്ന് പാട്ടുപാടി അവിടെ സന്തോഷിച്ചു. ഏകദേശം ഉച്ചയായപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങ് എറണാകുളത്തേക്ക് പോവുക, പോയിട്ട് ഞാൻ പിന്നെ വരാവുന്നവർ അങ്ങനെ ഇറങ്ങിപ്പോയിരുന്നതാകുന്നു. എന്നാൽ പിന്നെ അവിടെ വരുവാൻ സാധിച്ചില്ല. കുറച്ച് ദിവസം കഷ്ടങ്ങളും പ്രയാസങ്ങളും ശരീരത്തിൽ അനുഭവിച്ചുവെങ്കിലും അതൊക്കെയും കർത്താവ് അത് സഹിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്തു. കർത്താവിനെ വിശദീകരിച്ച് തക്ക സമയത്ത് കർത്താവിൻ്റെ സന്നിധി കർത്താവ് ചേർത്തു. നീതിമാന്മാരുടെ മരണം ഉറക്കം പോലെ എന്ന് പറയുന്നത് പോലെ കർത്താവ് തൻ്റെ പ്രവൃത്തിയെ തികച്ച് തക്ക സമയത്ത് ഒരു വിശ്രാമം കർത്താവ് കൊടുത്തി. നല്ലൊരു സുവിശേഷകനായിരുന്നു. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യം സമ്പാദിക്കുന്നു. ഈ വിശ്വാസ പോർക്കളത്തിൽ ക്രിസ്തുയേശുവിൻ്റെ നല്ലൊരു ഭടനായി താൻ സേവ ചെയ്തു. സുവിശേഷം അറിയിക്കുന്നതിൽ താൻ അത്യുത്സാഹിയായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് മാധുര്യമേറിയ ബൈബിൾ ക്ലാസ്സുകളും മെസ്സേജുകളൊക്കെ വളരെ മാധുര്യമേറിയതായിരുന്നു. താൻ പല പുസ്തകങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് എടുത്തു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു. ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. തനിക്ക് തന്നാൽ ഇവിടെ 4 മണി സ്തോത്ര പ്രാർത്ഥനയ്ക്ക് തനിക്ക് ആകുന്ന സമയം വരെയും വന്ന് തീരെ വരാൻ മേലാത്ത സമയത്ത് പോലും താൻ വന്ന് 4 മണിക്ക് സ്തോത്രാരാധന നടത്തുമായിരുന്നു. കർത്താവിൻ്റെ സ്തോത്രം. തൻ്റെ ശരീര കഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ രാത്രി ഉറക്കമില്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ അപ്പച്ചൻ രാത്രിയോ പകലോ പാതിരാത്രി എപ്പോഴാണേലും ഫോൺ വിളിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഉറക്കമില്ല, എനിക്കിങ്ങനെ കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. തൻ്റെ വിശുദ്ധിയെ സൂക്ഷിപ്പാൻ, തൻ്റെ പ്രതിഷ്ഠാ ജീവിതത്തെ സൂക്ഷിപ്പാനൊക്കെയും ദൈവം തനിക്ക് കൃപ കൊടുത്തതോർത്ത് ഞാനൊരു ലോക്കലിൽ ഇരുന്നപ്പോൾ എനിക്ക് ശാരീരികമായി വളരെ കഷ്ടത്തിലായി. ഒരു 4-5 മാസത്തോളം വളരെ കഷ്ടം എന്ന് പറയുവാൻ തരമില്ലാതെ ഓരോ സുഖമില്ലാതെ കിടന്നപ്പോൾ ഈ ഭാഷ രാത്രിയും പകലും ആഴ്ചയിൽ 2 വട്ടമെങ്കിലും വന്ന് കണ്ട് പ്രാർത്ഥിച്ച് എങ്ങനെയുണ്ട്, സുഖമുണ്ടോ, വേദനയുണ്ടോ, ദൈവം കൃപ തരും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരപ്പനെ പോലെ വന്ന് അടുത്ത് വന്നിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ലോക്കലുകളൊക്കെ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന സ്വതന്ത്ര പ്രാർത്ഥനയുണ്ടോ, സ്വതന്ത്ര പ്രാർത്ഥനയ്ക്ക് ഇരിക്കാറുണ്ടോ, സ്വതന്ത്ര പ്രാർത്ഥനയ്ക്ക് നടത്താറുണ്ടോ എന്നെല്ലാം മദർമാർ വിളിച്ച് ചോദിക്കും, മദർമാരോട് പറയും. അതുപോലെ ആത്മീകമായൊരു തീക്ഷ്ണതയിൽ കൊണ്ടുവരുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന വാദങ്ങളെല്ലാം ഒരു ലോക്കലിൽ വരുമ്പോൾ നമ്മൾ സഹോദരിമാരോടും മദർമാരോടെല്ലാം സംസാരിക്കും, ധൈര്യപ്പെടുത്തിയിട്ട് കടന്നു പോരുന്നൊരു പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോക്കലിരിക്കുന്ന മദർമാരെല്ലാം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നൊരു അനുഭവം ഈ കൊച്ചു പാസ്റ്റർക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും ഈ എറണാകുളത്തിനൊരു വലിയ നഷ്ടം വന്നെങ്കിലും സ്വർഗം സന്തോഷിക്കുന്നു, സ്വർഗത്തിന് ലാഭം എല്ലാം ഇവിടെ കിട്ടും, കുറേ സാധനങ്ങൾ ഇവിടെ വരും. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിൽ അപ്പച്ചനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ വേലക്കാരും അങ്ങനെയായിരുന്നു. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെ, അപ്പച്ചന് ഒരു നീതിമാനും ഒരു വിശുദ്ധനുമായിരുന്നു. അപ്പച്ചന് ഒരു ദിവസം ഞങ്ങളൊരു സിസ്റ്ററിനെ ലോക്കലിലേക്ക് വിടാൻ പോയപ്പോൾ അപ്പച്ചനെ കാണാൻ ഇപ്പോൾ വയ്യാതെ കിടന്ന സമയത്ത് അപ്പച്ചനെ കാണാൻ ചെന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ആയത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ ദൈവം നീതിമാനും വിശ്വസ്തനുമാണ്, ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറയാനിടയായി തീർന്നു. പക്ഷേ ഞങ്ങൾ ഏതുമില്ലാത്ത ഒരാൾ ഞങ്ങൾ അപ്പച്ചൻ്റെ മുമ്പിൽ, എന്നാലും അപ്പച്ചൻ ഞങ്ങളുടെ മുമ്പിൽ ഒരു തുറന്നൊരു ഹൃദയം പോലെ അപ്പച്ചൻ ഞങ്ങളോട് സംസാരിക്കാനിടയായി തീർന്നു. ഇവിടെയും ഞങ്ങൾ ശാസിക്കുമ്പോൾ തുറന്ന് എന്ത് കേട്ടാലും അപ്പച്ചൻ അത് അപ്പം തന്നെ തുറന്ന് പൊതുവിലൊന്ന് ശാസിക്കുകയും പിന്നീട് അതിന് യാതൊരു ഈ കൊച്ചുപ്പത്തിനെക്കുറിച്ചും ഇങ്ങനൊരവസരത്തിൽ സാക്ഷി പറയാൻ ദൈവം കൃപയതിനായി സ്തോത്രം. ഈശ്വരൻ്റെ വേലയിലും ശുശ്രൂഷരായ ഞങ്ങൾക്കും ഒരാശ്വാസമായിരുന്നു. ആത്മീയ ജീവിതത്തിന് വേണ്ടുന്നതായ
പ്രബോധനങ്ങൾ തന്നും ആത്മീയ ജീവിതത്തിൽ ഇടങ്ങളിൽ ജീവിതം പ്രകാശിക്കുവാൻ ഉത്സാഹമുള്ളവരായി തീരുവാൻ നല്ല പ്രബോധനങ്ങൾ തരികയും ഓരോ ശുശ്രൂഷയിലും ലഭിക്കുന്ന വചനങ്ങൾ ജീവിതത്തിന് ശുശ്രൂഷയ്ക്ക് മുന്നോട്ടേക്ക് വീഴുന്നതെല്ലാം കരുതുവത്തക്കോണം ജ്ഞാനത്തോടെ ഓരോരുത്തരെയും ആ അവസ്ഥ കണ്ട് കാര്യങ്ങൾ പറയുമായിരുന്നു. ഏതവസ്ഥയിലും ചെന്ന് കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്ന് പറയുവാനും കേൾക്കുവാനും ആശ്വാസങ്ങൾ പ്രാപിക്കുവാനും ഒക്കെയും കഴിയുമായിരുന്നു. ജീവിതത്തിൽ പല അനുഭവങ്ങൾ പഠിക്കുവാനും തൻ്റെ ജീവിതത്തിലുണ്ട്. കഷ്ടങ്ങളിലൊക്കെ സന്തോഷത്തോടെ സഹിക്കുന്ന അനുഭവം. 2013 കൊട്ടാരക്കരയിൽ നിന്ന് തിരുവല്ലയിലേക്ക് മാറി വരുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ഈ കൊച്ചു ഭാഷയെക്കുറിച്ച് കാണുന്നതും അറിയുന്നതും. എന്നാൽ കോഴഞ്ചേരിനെ താൻ തീരെ കഷ്ടതയിൽ എടുത്തുകൊണ്ട് സെൻട്രൽ ബ്രിത്തുമ്പി വരുന്ന കാഴ്ച അന്ന് ഞാൻ കണ്ടിരുന്നു. അന്ന് തൻ്റെ അവസ്ഥ കണ്ട് വളരെ ദുഃഖവും വേദനയുണ്ടായി. എങ്കിലും താൻ സന്തോഷത്തോടെ അതെല്ലാം സഹിച്ചതും ഇവിടെ വന്ന ശേഷവും പല പ്രാവശ്യവും അങ്ങനെ ബുദ്ധിമുട്ടുകൾ കഷ്ടങ്ങൾ കണ്ടപ്പോൾ താൻ വളരെ കഷ്ടങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന അനുഭവത്തിലും സന്തുഷ്ടനായി കാണുന്നതും ജീവിതത്തിൽ അനുഭവമാക്കാൻ സാധിച്ചു. ഈ ദിവസകാലങ്ങളിലും വളരെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും താൻ എപ്പോഴും കൃപ എന്ന് പറയുന്ന വാക്കുകൾ ഞാനും വളരെ ശ്രദ്ധിക്കുമായിരുന്നു. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ ഞങ്ങളൊരു കാര്യം വിളിച്ചു പറയുകയും എന്നെയും വിളിച്ചു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് കണ്ടപ്പോഴും ഞാൻ വന്ന് കണ്ടിട്ട് പോകുമ്പോൾ ഞാൻ കൈ നീട്ടി കൈ പിടിച്ചു, എൻ്റെയും കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി താൻ ചിരിച്ചിട്ട് പ്രാർത്ഥിച്ചു. ചേരം പ്രാർത്ഥിച്ചിട്ട് എന്താ വാക്കുകളെന്ന് ശ്രദ്ധിച്ചിട്ട് എനിക്കത് മനസ്സിലായില്ല. എങ്കിലും എൻ്റെ കൈ മുറുകെ പിടിച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാനും ചിന്തിച്ച് എന്താ എൻ്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്. എന്നാൽ എന്തോ താൻ വളരെ പ്രാർത്ഥിച്ച വാക്കുകൾ ഞാൻ പിന്നീട് ഇന്ന് ആരാഞ്ഞ് നോക്കിയിട്ട് എനിക്ക് പിടി കിട്ടുന്നില്ല. എങ്കിലും താൻ ഈ കഷ്ടത്തിലും സന്തോഷിക്കാൻ തനിക്ക് എപ്പോഴും ദൈവം കൃപ കൊടുത്തല്ലോ. എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തി ആവുന്നത് വരെയും ഈ പരസ്യയോഗത്തിനും മറ്റും പോകുമ്പോൾ ഞാനും ചിന്തിച്ച് ദൈവമേ ഈ കഷ്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും പിന്നെ എങ്ങനെ പോയി ഈ സുവിശേഷം പറയാനൊക്കെ പോകുന്നത് എങ്ങനെ? എങ്കിലും ദൈവം തനിക്കൊരു കൃപയും ധൈര്യവും കൊടുത്തിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കാനും മുന്നോട്ട് കരുതുവാനൊക്കെയും ഒരു അനുഭവമാണ്. ദൈവം തന്നെയും തൻ്റെ അവകാശത്തെ തക്ക സമയം ചേർത്തല്ലോ. ഞാനും എൻ്റെ പ്രത്യാശയോടെ എൻ്റെയും ഓട്ടം ഓടുന്നു. അത് ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി ചേർക്കപ്പെട്ട പ്രിയ അപ്പച്ചനെ ഒത്തിരി വാക്ക് സാക്ഷി പറയുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് അടിയൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പച്ചനെ പരിചയപ്പെട്ട നാൾ മുതൽ ഏകദേശം 2 വർഷം മുതൽ കഴിഞ്ഞ ദിവസം അപ്പച്ചൻ ദൈവസന്നിധി ചേർക്കപ്പെട്ടതുവരെയും സാധിക്കുന്ന ഒരു പിതാവിനെ പോലെ ആയിരുന്നു. അപ്പച്ചൻ്റെ സ്നേഹവും ശാസനയും ശിക്ഷണവും ഒക്കെ അനുഭവിക്കാനും ദൈവസ്നേഹത്തിൽ വളരുവാനും ദൈവം എന്നെ സഹായിച്ചു. ഒരു പിതാവിനെ പോലെ എല്ലാ ആവശ്യങ്ങളിലും നിറവേറ്റുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്ത് ദൈവികമായൊരു സന്തോഷമൊക്കെ അനുഭവിക്കാൻ തന്നോട് ഇടപെടലുകളുടെ സാധിച്ചിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നു. ദൈവം എനിക്ക് നല്ലൊരു അവസാനത്തെ ദൈവം കൊടുത്തു. നടത്തി പോകാൻ പ്രാർത്ഥിച്ച ശേഷമായ ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദൈവം തൻ്റെ ആത്മാവ് നിദ്രയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തെ വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയുണ്ടായി. ഞാൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു വാക്യമാണ്, നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഉപദേശിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഈ അപ്പച്ചൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അനുകരിക്കേണ്ടിയ പല കാര്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ വിഷയം ദൈവത്തിലും പ്രാർത്ഥനയിലുമുള്ള തൻ്റെ അചഞ്ചലമായ ഒരു വിശ്വാസമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തനിക്ക് കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു അധികമായൊരു വിശ്വാസം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പലപ്പോഴും അതൊരു പക്ഷേ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ തൻ്റെ കഷ്ടത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ എപ്പോഴും ഫോൺ വിളിച്ച് ചില ദിവസവും വിളിച്ചിട്ട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളോടും പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇത് തൻ്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ വെറും വാക്ക് പറയുകയല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ, അപ്പച്ചൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ 2-3 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ താൻ
അതീവമായ കഷ്ടത്തിലൂടെ കടന്നുപോയി മരണത്തിൻ്റെ വക്കോളം എത്തിച്ചേർന്നിട്ട് അവിടെ ദൈവത്തിൻ്റെ കരം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ആ അപ്പച്ചൻ. അതുകൊണ്ട് ആ അനുഭവങ്ങൾ അപ്പച്ചൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് ആ കഷ്ടതയാൽ ഉളവായ സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പ്രാർത്ഥനയുടെ അപേക്ഷകൾ എന്ന് പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി സൗഖ്യം ലഭിക്കും എന്ന് തൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു ഉറപ്പും വിശ്വാസവുമാണ് പ്രാർത്ഥിക്കുക എന്നുള്ള വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ഉള്ളിലെ പ്രത്യാശയെ ഓർത്ത് സന്തോഷിക്കുവാൻ, ദൈവത്തിലുള്ള വിശ്വാസത്തെ ഓർത്ത് സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ട മറ്റു ചില അനുഭവങ്ങൾ പറയുന്നത് സുവിശേഷീകരണത്തിലുള്ള തൻ്റെ അപ്പച്ചൻ്റെ അതിയായ വാഞ്ചയും അതിനെക്കുറിച്ചുള്ള നല്ലൊരു ദർശനവുമായിരുന്നു. മുമ്പ് ഇവിടെ ഓർപ്പിക്കുകയുണ്ടായല്ലോ, അപ്പച്ചൻ അവസാനമായിട്ട് പരസ്യയോഗത്തിൽ എറണാകുളത്ത് വന്ന ശേഷം പങ്കെടുത്തത് മെയ് 4-ാം തീയതി അന്നോട് നടന്ന പ്രത്യേക ബൈബിൾ ക്ലാസ്സിന് മുൻപുള്ള ആ പരസ്യയോഗത്തിലാണ്. ആ സമയത്ത് അപ്പച്ചൻ്റെ ശരീരത്തിൽ വളരെ ക്ഷീണിതനായിരുന്നു. ആ മീറ്റിങ്ങിന് പോകുന്നതിന് വസ്ത്രമൊക്കെ ധരിച്ച് റെഡിയായി ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഇന്ന് മീറ്റിങ്ങിന് പോകണോ? അപ്പച്ചന് തീരെ വയ്യെന്നറിയാം, ഇന്ന് പോകേണ്ടതുണ്ടോ, വളരെ ക്ഷീണമാണല്ലോ ശരീരത്തിൽ. അന്ന് അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഒരു പക്ഷേ ഇതെൻ്റെ അവസാനത്തെ പരസ്യയോഗമായിരിക്കാം, ഇന്ന് എനിക്ക് പോകണം. ആ ഒരു വാക്കുകളോടെയാണ് താൻ ആ മീറ്റിങ്ങിൽ ഇറങ്ങി പുറപ്പെട്ടത്. ആ മീറ്റിംഗ് പൂർണ്ണമായും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞെന്ന് പറയുന്നില്ല, അതിനു മുമ്പ് താൻ അവരുടെ ശരീരത്തിൽ വളരെ ക്ഷീണിതനായി. അതിനുശേഷം താൻ സെൻട്രൽ ഫെയ്ത്ത് ഹോമിലേക്ക് വന്ന് കിടക്കയിലായി എന്ന് വേണം പറയാൻ. കുറച്ച് ദിവസത്തേക്ക് വളരെ തൻ്റെ ശരീരത്തിൽ ക്ഷീണമായ ഒരു അവസ്ഥയിലൂടെ അപ്പച്ചൻ കടന്നു പോവുകയുണ്ടായി. ആ മെയ് 4 മുതൽ ഈ നവംബർ 4 വരെ 6 മാസക്കാലം, കൃത്യം 6 മാസക്കാലം അപ്പച്ചൻ വളരെമായ കഷ്ടത്തിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുവെങ്കിലും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനവധി കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളത് അപ്പച്ചൻ്റെ ദർശനം പോലെ അതിൽ സന്തോഷത്തോടെ നിൽക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ആയിരിക്കാനും ദൈവം സഹായിച്ചു. ഈ നമ്മെ വിട്ട് ദൈവത്തിന് ചേർക്കപ്പെട്ട പ്രിയ ഭാഷയെ കുറച്ച് സാക്ഷ്യം പറയുവാൻ എൻ്റെ ജീവിതത്തിലും ലഭിച്ച അവസരത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ പ്രിയ ഭാഷ ഒരു ഗുരുവും ഒരു പിതാവുമായിരുന്നു. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവ സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് റാന്നി സെൻട്രലിൽ ശുശ്രൂഷ ചെയ്യുന്നതായ മുട്ടപ്പള്ളിയിലായി ശുശ്രൂഷ ചെയ്യുന്നതായ ബാബു ബ്രദർ തൻ്റെ അനുശോചനം അറിയിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റാന്നിയിൽ പ്രിയ ഭാഷ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ തന്നെ വളരെ ശുശ്രൂഷിക്കുകയും തന്നെ നിന്ന് അനേക ആത്മീയ അനുഭവങ്ങൾ പ്രാപിപ്പാൻ കഴിഞ്ഞു എന്ന് പറയുകയായി തീർന്നു. മാത്രമല്ല ഒരു അസുഖമില്ലാതെ കഷ്ടപ്പെടുന്ന മോളി മദറും തൻ്റെ അനുശോചനം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. താനും വളരെ കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ തനിക്ക് നല്ലൊരു ആശ്വാസദായകനായി കാണപ്പെട്ടു എന്ന് പറയുകയായി തീർന്നു. മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ സാക്ഷിയായി നിൽക്കുമ്പോൾ ഇവിടെ ഉള്ളതായ പ്രിയ ഞങ്ങളുടെ കൂട്ടു സഹോദരൻ ശുശ്രൂഷകർക്ക് എല്ലാവർക്കും തന്നെ ഈ പ്രിയ ഭാഷയെക്കുറിച്ച് പറയുവാൻ വളരെയേറെ ഉണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ അനേക വിശേഷിക്കപ്പെട്ടതായ നന്മകൾ ഇവിടെയുള്ളതായ ഈ സെൻറ്ററിലുള്ള എല്ലാ സഹോദരന്മാർക്കും തന്നെ പ്രാപിപ്പനിടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഷയെ പരിചയപ്പെടുവാനിടയായി തീർന്നു. ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ ഭാഷ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത സഭയിലായിരുന്നു. അവിടെ വെച്ച് തൻ്റെ ആത്മീയമായിട്ടുള്ളതായ നല്ല ധീരതയേറിയതായ നല്ല പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാൻ എനിക്കിടയായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഒരു ഗുരുവാണ്. തന്നെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ വളരെ ആകർഷകമായി തീർന്നിട്ടുണ്ട്. താൻ കോഴഞ്ചേരി സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനടുത്ത് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് രാത്രി കാലങ്ങളിൽ അനേക ഓൾനൈറ്റ് പ്രാർത്ഥനകളിൽ സംബന്ധിച്ച് എത്രയോ വിഷയങ്ങൾ അസാധ്യമായി നടക്കത്തില്ല എന്ന് പറയുന്ന എത്രയോ വിഷയങ്ങൾ ഞങ്ങൾ സഹോദരന്മാർ ചേർന്ന് ഈ ഭാഷാ സാന്നിധ്യത്തിൽ എത്രയോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് രാത്രിയിൽ ഉള്ള പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എവിടെ ശുശ്രൂഷ ചെയ്താലും അവിടെ ഏരിയ പ്രാർത്ഥനകൾ ആരംഭിക്കുക. ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു പന്തലിട്ട് കണ്ട് വിശേഷം പ്രസംഗിക്കാൻ വേണ്ടി, അത് വലിയൊരു ആർഭാടമായിട്ടല്ല, അവിടെ ഭക്ഷണമൊന്നും കൊടുക്കുകയില്ല, ഒരു ചായയോ മറ്റു കാര്യങ്ങളോ കൊടുത്ത് ഒരു ചെറിയ മീറ്റിംഗ് നടത്തും. അത് ആ ദേശത്തിലുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഞാനൊരു ദിവസം അച്ഛനെ വിളിച്ചു. ഞാനും അതുപോലെ തുടങ്ങി. 1-2 വീടുകളിലൊക്കെ ചിലപ്പം താഴെയായിരിക്കും, അല്ലെങ്കിൽ ടെറസിലായിരിക്കാം. അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം നല്ലൊരു പ്രസംഗകനും കൂടെയാണ്. അങ്ങനെ സത്യസുവിശേഷത്തെ മറ്റുള്ളവരോട് അറിയിക്കുന്നതിന് വളരെ ഉത്സാഹിയായിരുന്നു ആ കാലത്തല്ല. അതുമാത്രമല്ല, നമ്മുടെ ഭാഷ കുഞ്ഞുവഞ്ചായന് സാക്ഷി പറയുമ്പോഴൊക്കെ ഈ സാജൻചായൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോൾ വിശ്വാസത്തിൽ ഉറപ്പിച്ചതിനെക്കുറിച്ച് സാക്ഷ്യം പറയപ്പോൾ വിശ്വാസത്തിലൊരു വീരനായ വ്യക്തിയും പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തിയുമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം കുറച്ചു കാലം മാത്രമേ ഞങ്ങൾ അവിടെ പാർത്തിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വെളിയിലേക്ക് പോയതുകൊണ്ട് കൂടുതലായിട്ടും പിന്നീടുള്ള ചരിത്രങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ എനിക്ക് അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ തൃശ്ശൂരിൽ ഷാജി പാസ്റ്റർ മരിച്ചപ്പോൾ അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹത്തിനെ കാണുവാനും സംസാരിക്കാനും ഇടയായിത്തീർന്നു. മാത്രമല്ല നല്ല ഫലിതങ്ങളൊക്കെ ആസ്വദിക്കുകയും അതൊക്കെ ചിലപ്പോൾ പറഞ്ഞ് മറ്റുള്ളവരോട് ചേർന്ന് സംസാരിച്ച് അങ്ങനെ പോകുന്നതിനും, അതുമാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ കൂടുതലായി ശ്രദ്ധ ചെലുത്തി അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകത്തക്ക രീതിയിൽ മറ്റുള്ളവരെയും അതിനുത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തിരുവല്ലായിരുന്ന സമയത്തൊക്കെ ഞങ്ങളെ ആത്മീയമായിട്ട് കൊച്ചു സഹോദരന്മാരെയൊക്കെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് ഇവിടെ ആയപ്പോഴും ഞാൻ കൊട്ടാരക്കര സെൻറ്ററിലൊക്കെ ആയിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ടൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സൗഖ്യമില്ലാതിരുന്ന സമയത്ത് ചില പ്രാവശ്യങ്ങളൊക്കെ ഇവിടെ വന്ന് കാണുവാനും കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് അല്പസമയമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം സഹായിച്ചു. വന്ന് കാണുമ്പോൾ ഈ അവസാന സമയത്തായപ്പോഴും മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥയിലും ഞങ്ങളെന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലായി പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിനോട് ആ സമയത്ത് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനെല്ലാം ദൈവം സഹായിച്ചു. പാസ്റ്റർ സാജനവരെ കുറിച്ച് ചില കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരുവല്ല സെൻറ്ററിലേക്ക് മാറ്റമായി വന്നപ്പോൾ പാസ്റ്റർ സാജൻ ഞാനും ആത്മീയമായി നല്ല അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ഞാൻ മലപ്പുള്ളിയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റമായി. ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോയപ്പോൾ അതിന് മുമ്പേ ഇരുന്ന പാസ്റ്റർ സാജനാണ്. അവിടെയുള്ള വിശ്വാസികൾ, ചെറുപ്പക്കാർ എല്ലാവരും തന്നെക്കുറിച്ച് പറയും, എപ്പോഴും പറയും. തൻ്റെ പ്രസംഗം, തൻ്റെ സുവിശേഷ പ്രവർത്തനം. അപ്പം ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി, ആ ചങ്ങനാശ്ശേരിയിൽ എനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമോ? പിന്നെ ട്രാൻസ്ഫറായി പോയ ശേഷം ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ പറയും, പരസ്യയോഗം നടത്തണം, പ്രാർത്ഥന നടത്തണം, ഇങ്ങനെ ചെയ്യണം. അത് വാസ്തവമായി എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു. അങ്ങനെ ഞാൻ മേൽപ്പാടത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ഓരോ വിശ്വാസിയുടെ വീടുകളിൽ വൈകുന്നേരം താൻ പറഞ്ഞതുപോലെ ഞാൻ സുവിശേഷ പ്രവർത്തനം, ഓരോ വീടുകളിൽ സുവിശേഷ പ്രവർത്തനം, വൈകുന്നേര യോഗം, ഞായറാഴ്ച വൈകിട്ട് യോഗം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതുമാത്രമല്ല ഉപദേശ രീതിയായി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ വളരെ എൻ്റെ ആ ശുശ്രൂഷയുടെ ആ ഭാഗം പുള്ളിക്കാരൻ വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിക്കുമായിരുന്നു. വാസ്തവമായി തൻ്റെ വേർപാട് എല്ലാവർക്കും ദുഃഖം, എങ്കിലും സ്വർഗം സന്തോഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹീതമായ ദൈവ സന്ദർഭത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി ഞങ്ങളുടെ സ്വന്തം പാസ്റ്റർ, സ്വന്തം ബജി, അവരെല്ലാം ദുഃഖത്തെയും പ്രത്യാശയും അറിയിക്കുന്നു. ഞാൻ ഇവിടെ എറണാകുളം ജോലി ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് തമ്മിലൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഇടയ്ക്ക് തന്നെ ഇവിടെ ഒന്ന് കാണാനും തൻ്റെ ദുഃഖങ്ങളെല്ലാം വേദനകളുടെ മധ്യേ ഇരിക്കുവാൻ പ്രാർത്ഥിക്കാനും നന്ദി ഉപയോഗിക്കുന്നു. ഒരു സ്വന്തം സ്നേഹിതനെ പോലെ സ്വന്തമായ ഒരു ബന്ധം ഞങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നു. ഇടയ്ക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ മധ്യേ ഒരിക്കലും തീർപ്പുവാനോ ദുഃഖിക്കുവാനോ ഒന്നും താൻ താല്പര്യപ്പെട്ടിരുന്നില്ല. കർത്താവിനെ ആശ്രയിച്ച് ഒരു നല്ല വിജയകരമായ ജീവിതത്തെ തന്നുടമയായി മാറ്റിയിരുന്നു. ഞങ്ങളുടെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ദിവസം താൻ മരിച്ചവനെ പോലെ തീരെ അവസ്ഥയിലായി മാറ്റപ്പെട്ടിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ സഹോദരന്മാരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം പിന്നീട് തന്നെ ഇത്രയും നാൾ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. കാരണം ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ അവസാനം എന്ന് പറയുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ട സന്ദർഭമാണ്. യോബിന്റെ പുസ്തകം 21-ന്റെ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ മാസങ്ങളുടെ സംഖ്യ ഏറ്റുപോയാൽ
ശേഷഭവനത്തോടെ എന്ത് കാര്യം എൻ്റെ അടക്ക ശുശ്രൂഷയിൽ സാക്ഷിയായി നിൽപ്പാൻ്റെയും ചെയ്ത കൃപയോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കൊട്ടാരക്കരയിലെ സെൻട്രൽ ബസ്സിനും കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ശാരീരികമായ കഷ്ടങ്ങളൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് കണ്ട് സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് വരുവാൻ ആഗ്രഹിച്ചുവെങ്കിലും കഴിയാത്തത് കൊണ്ട് കടന്നു വന്നില്ല. അതുപോലെ അമ്മച്ചിയുടെയും കൊച്ചുമതൻ്റെയും ദുഃഖവും പ്രത്യാശയും കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ പ്രായം മുതലേ അല്പസമയം സഹകരിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. കാരണം വിശ്വാസിയായിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചു. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത സഭകളിലായിരുന്നു. സാധനിച്ചായൻ പടകിലും ഞാൻ പനച്ചമൂടുമായ ഇപ്പോൾ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും സഹകരിക്കുകയും ജോലികളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന അന്ന് മുതലുള്ളതായ ഒരു പരിചയം ഉണ്ടായിരുന്നു. തുടർന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ വളരെയധികം ഉപദേശങ്ങളൊക്കെ തന്നു. അതിൽ ചില വിഷയങ്ങൾക്ക് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. തുടർന്ന് പലപ്പോഴും കാണുമ്പോഴൊക്കെ സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാൻ ദൈവം അവസരം തന്നു. നല്ല അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് പലതും സാക്ഷിയിൽ പറഞ്ഞതുപോലെ വീണ്ടും എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പലതും കാണുവാനും പഠിക്കുവാനും ചിലത് അനുഭവമാക്കുവാനും ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചു. അതുപോലെ ആ പേര് വിശാലമാക്കി നല്ല അനുഗ്രഹമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സന്തോഷത്തോടു കൂടി സേവിച്ചു വന്ന് കർത്താവിലേക്ക് വരുന്ന ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൽ നല്ല ആനന്ദ പക്ഷവും നല്ല ഭാഗ്യനാടി എന്ന ദൈവം കൊടുത്തു. ആനന്ദതുല്യമായ ഒരു ജീവിതം സഹായിച്ചു. മെയ് മാസം 4-ാം തീയതി സൺഡേയാണ് കർത്താവിൻ്റെ കഷ്ടതെന്ന് നമ്മൾ അറിഞ്ഞത്. അന്ന് മുതൽ പ്രേസിംഗിൽ ഞങ്ങൾ സ്വതന്ത്രം അർപ്പിക്കണം. പിന്നീട് എല്ലാ മീറ്റിങ്ങിലും ഇന്നാണ് ഞങ്ങൾ സ്വതന്ത്രം അർപ്പിച്ചു. പിന്നെ സർവ്വദിനത്തിന് മഹാസന്തോഷം ദേശീയ സുവിശേഷം അറിയിക്കത്തക്കണം. നവംബർ 27-30 ദിവസം അതിനുമുമ്പേ ദൈവം തന്നെ സേവനത്തിന് പങ്കുപിടിച്ച് ജയിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് നിറഞ്ഞ ഹൃദയത്തോട് തകർന്ന മനസ്സോടുകൂടി സ്വർഗത്തെ ദൈവത്തോട് സ്വതന്ത്രത്തെ ഏർപ്പിച്ചു. സ്വർഗത്തെ കേട്ടു എല്ലാ മാറ്റം എല്ലാ അത്ഭുതം ചെയ്ത് ഈ സാന്നിധ്യം നമുക്ക് കർത്തൻ്റെ സേവിക്കാത്ത രാജ്യം ശുശ്രൂഷയെ എന്നെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന പിതാവുമായിരിക്കും. യേശുവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഫെബ്രുവരി മാസം തന്നെയാണ് 12 ദിവസം തന്നെ മല്ലടിച്ചു കൊണ്ടിരുന്നു. സെൻട്രലിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഐക്യതയും പ്രാർത്ഥനയും നിമിത്തം ദൈവം തൻ്റെ ജീവനെ തിരിച്ചു നൽകി. തനിക്ക് സുബോധമുണ്ടായി, തെളിവായി സംസാരിച്ചു. ദൈവം തൻ്റെ ആയുസ്സിനെ 20-ലധികം വർഷം നീട്ടിത്തന്നു. താൻ വേഗം സൗഖ്യം പ്രാപിച്ചു. ഇടയിൽ കഷ്ടസമയത്ത് തന്നെ കാണുവാൻ വന്നപ്പോൾ ഈ കാര്യം ഓർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയുണ്ടായി. താനൊരു പ്രാർത്ഥനാവീരനായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ആത്മീയ തീക്ഷ്ണതയും കർത്താവിൻ്റെ വേലയിൽ പാടുപെടുവാനും കഷ്ടം സഹിക്കുവാനുള്ള മനസ്സും ആത്മഭാരവും ദൈവിക രോഗശാന്തിയിലുള്ള ധീരതയും തനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ യാത്ര ചെയ്യുവാൻ പറ്റാത്ത ഒരവസ്ഥയിലായതിനാലാണ് തൻ്റെ യാത്രയെ ശുശ്രൂഷയിൽ വരാതിരിക്കുന്നത്. നമുക്ക് നഷ്ടമെങ്കിലും സിയോനിൽ മുതൽക്കൂട്ടായി ദൈവം തൻ്റെ മകനെ മാറ്റിയിരിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാ കൂട്ടുവേലക്കാരെയും കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിക്കുമാറാകട്ടെ. ദൈവം ഈ സ്ഥാനത്തേക്ക് വിശ്വസ്തരെ എഴുന്നേൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ പ്രഭാതത്തിൽ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ നിർത്തുന്നു. ദൈവസനിൽ പ്രവേശിച്ച പ്രിയ സാജൻ പാസ്റ്ററെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സെൻട്രൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവരുടെ പാസ്റ്ററുടെയും അമ്മച്ചിയുടെയും സഹോദരങ്ങളുടെയും എല്ലാം പ്രത്യാശയും പ്രാർത്ഥനയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഞാൻ പ്രിയ സാജൻ പാസ്റ്ററെ ആദ്യമായി കാണുന്നത് മദ്രാസിൽ ഞങ്ങൾ ട്രെയിനിങ്ങിലായിരിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അടയാറിൽ ഞങ്ങൾ ട്രെയിനിങ് ചെന്നപ്പോൾ അന്ന് താനും തിരുവനന്തപുരത്തു നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ അടുത്ത് സഹകരിക്കുവാനും സ്നേഹ വാത്സല്യങ്ങൾ പങ്കിടുവാനും ഒക്കെ ദൈവം വലിയ അവസരങ്ങൾ തന്നു. ആ സമയത്ത് താൻ മലേറിയ രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടു, കഷ്ടപ്പെട്ടു. പലപ്പോഴും തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ചുരുക്കം നാളുകൾ മാത്രമേ പാസ്റ്റർ സാജൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം
ട്രാൻസ്ഫറായിട്ട് മാറി കേരളത്തിലേക്ക് വന്നു. ഏതാണ്ട് 10 മാസത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായിട്ട് ഈ എറണാകുളത്തേക്ക് വന്നു. ഏതാണ്ട് അപ്പോൾ ആ സമയത്ത് പാസ്റ്റർ തിരുവല്ലായി ശുശ്രൂഷയിലായിരുന്നു, ഞാനിവിടെയും ശുശ്രൂഷയിലായിരുന്നു. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് തിരുവല്ലായിക്ക് പോകേണ്ടതായിട്ട് വന്നു. തിരുവല്ലായിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ പ്രാരംഭ ശുശ്രൂഷാ സമയങ്ങളിൽ അന്ന് പാസ്റ്റർ സാജൻ ചങ്ങനാശ്ശേരിയിലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. സമീപ സ്ഥലമായ മുണ്ടത്താനത്തായിരുന്നു ഞാൻ ആ സമയത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഇവിടെ നിന്ന് മാറി ചെല്ലുന്ന സമയമായതുകൊണ്ട് എനിക്ക് വളരെ ആശ്വാസവും സഹായവും തന്നിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ശാരീരികമായ ക്ലേശങ്ങൾ കൂടിയൊക്കെ ഞാൻ കടന്നുപോയ സന്ദർഭങ്ങളിൽ താൻ അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്രമീകരിച്ച് വിശ്വാസി സഹോദരന്മാരുടെ കയ്യിൽ കൊടുത്ത് എനിക്ക് മുണ്ടത്താനത്തിന് അയക്കുമായിരുന്നു. മാത്രമല്ല, ഞാൻ മാറിച്ചെല്ലുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികമായി അവിടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും താൻ എനിക്ക് സഹായമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ ചേർത്ത് കൊള്ളപ്പെട്ടതായ പ്രിയ അസിസ്റ്റൻ്റ് പാസ്റ്ററോടുള്ളതായ ബന്ധത്തിൽ സമയം മുൻപോട്ട് പോകുന്നെങ്കിലും ഞാൻ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. തിരുവല്ലയിലും ഇവിടെയുമായിട്ട് അല്പകാലം ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എനിക്കും തന്നതായ ഭാഗ്യത്തെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പറഞ്ഞതായ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകമായ നിലയിലുള്ള ഒരാത്മാവ്, കഷ്ടത സഹിപ്പാനുള്ളതായ പ്രത്യേക വരവും, എളിയവരെ ആദരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവും അടങ്ങിയിരുന്നതായ തൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായി താൻ ചില ഇങ്ങനെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മെയ് മാസം 5, 6, 7 തീയതികളിലായിട്ട് ഇവിടെ ഒരു ബൈബിൾ ക്ലാസ്, സ്പെഷ്യൽ ബൈബിൾ ക്ലാസ് നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. സ്തോത്രം. ചളിക്കവട്ടം ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പാസ് റോഡിലുള്ളതായ ബൈപ്പാസ് റോഡിൻ്റെ ഭാഗത്ത് ക്രമപ്പെടുത്തിയിരുന്നതായ പന്തലിൽ വെച്ചാണ് ആ ബൈബിൾ ക്ലാസ് നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. എന്നാൽ അതിൻ്റെ മുന്നൊരുക്കമെന്ന വണ്ണം പല വിഭാഗങ്ങളിൽ വിസിറ്റിങ്ങുകളൊക്കെ നടത്തുകയുണ്ടായി. മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അതിനടുത്ത പ്രദേശങ്ങളിലായിട്ട് ഒരു സുവിശേഷ യോഗം അല്ലെങ്കിൽ സഭായോഗത്തിന് ശേഷം ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. അന്ന് തനിക്കത് മുഴുമിപ്പിക്കുവാൻ പറ്റിയില്ല. ശാരീരികമായി വളരെ കഷ്ടതയിലായി തീർന്നു. അന്നു മുതൽ ഇന്നലെ 4-ാം തീയതി ദേവസന്നിധിയിൽ ചേർത്ത് കൊള്ളപ്പെടുന്നതായ സമയം വരെയും വളരെ ക്ലേശങ്ങളിലൂടെ താൻ കടന്നുപോയിക്കൊണ്ടേയിരുന്നുവെങ്കിലും വളരെ പ്രാർത്ഥനയുടെയും സ്തോത്രത്തിൻ്റെയും ഫലമായിട്ടുള്ള ആശ്വാസവും സമാധാനവും പ്രാപിച്ച് ദൈവകൃപയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. വരുന്ന 27 മുതൽ 30 വരെയുള്ളതായ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് സ്തോത്രം കഴിഞ്ഞ 3-ാം തീയതി അല്ലെങ്കിൽ മിനിയാന്ന് തിങ്കളാഴ്ച രാവിലെ കൺവെൻഷൻ പന്തലിൻ്റെ പണി പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. അതിനുശേഷമായി ചിലയിടങ്ങളിലൊക്കെ അത്യാവശ്യമായി ചിലരൊക്കെ ആയിട്ട് സഹകരിക്കുകയും പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ തിങ്കളാഴ്ച രാത്രിയിലുള്ളതായ രണ്ടാം പ്രാർത്ഥന കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ പോയി വിശ്രമിപ്പാൻ തക്കവണ്ണം ഇടയ്ക്ക് പോവുകയുണ്ടായി. വിശ്രമിച്ച് ഒരല്പസമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു രാത്രി 1:15 തന്നെ ശുശ്രൂഷിക്കുന്നതായ ബ്രദർ എന്നെ വിളിച്ചു. സ്തോത്രം. വിളിച്ചപ്പോൾ ഒരു അല്പമായ ബുദ്ധിമുട്ട് മുൻപിലുണ്ടായിരുന്നു. എന്നാൽ കടന്നു പോകുമെന്നുള്ളതായ ചിന്താഗതി ആ സമയത്തും തോന്നിയില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് അന്ന് രാത്രി മുഴുവനും എന്ന പോലെ അവിടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. പ്രഭാതത്തിൽ സ്തോത്രം നേരം വെളുത്ത ശേഷമായിട്ട് 1-2 പേരെ ഞാൻ വിളിക്കുകയുണ്ടായി. അതിനുശേഷമായിട്ട് അത്യാവശ്യമായി ഒരിടത്ത് പോകണമെന്ന് എനിക്ക് പോകേണ്ടതായ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതായ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുൻപേ തൻ്റെ അവസ്ഥകളെ കണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു.
ദൈവത്തിന് സ്തോത്രം. അന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിട്ട് ഇപ്രകാരം ഓർപ്പിക്കുകയുണ്ടായി, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു വിടുതൽ ദൈവം ചെയ്യണം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇവിടെയുള്ളതായ ശുശ്രൂഷക്കാരോട് പറഞ്ഞ് രാവിലെ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയാക്കി തീർത്തു. എങ്കിലും ഇത്രയും പെട്ടെന്ന് ദൈവം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ തരുണത്തിൽ ഞാൻ എഴുന്നേറ്റതിൻ്റെ പ്രധാന വിഷയം, ഈ സഭയിൽ ഒരു കൊച്ചുകുഞ്ഞ് ഒരു ദർശനം കാണുവാനിടയായിത്തീർന്നു. ആ ദർശനം നിങ്ങളോട് ചേർന്ന് പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനിടയായിത്തീർന്നതിൻ്റെ പ്രധാന ഭാഗം. ആ കുട്ടി ഇന്ന് പരീക്ഷയുണ്ട് സ്കൂളിൽ, ഇല്ലായെങ്കിൽ ഇവിടെ വന്ന് ആ ദർശനം പറയുവാനിടയായിത്തീരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 26-ാം തീയതി അഥവാ ഒക്ടോബർ മാസം 26-ാം തീയതി ഞായറാഴ്ച ഇവിടെ നടന്നുകൊണ്ടിരുന്നതായ ആരാധനാ മധ്യേ ദൈവാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം. ആ ആത്മനിറവിൻ ടൈമിൽ ഒരു ദർശനം ആ കുട്ടിയെ കാണുവാനിടയാക്കി തീർത്തു. ദൈവനാമത്തിന് മഹത്വം. ഒരു കൂട്ടം ദൂതന്മാർ ആ ഫ്രണ്ടിലുള്ളതായ വാതിൽ കടന്ന് ലൈനായിട്ട് മുന്നോട്ട് കടന്നു വരുന്നു. വന്നിട്ട് അതിൽ ഒരു ഗ്രൂപ്പ് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആരാധനാ ഹാളും ഈ കോമ്പൗണ്ടും നിറയെ ദൂതന്മാരെ കൊണ്ട് നിറയുവാണ്ടക്കൊണ്ടും ഇടയാക്കി തീർത്തു. അതിനുശേഷമായിട്ട് അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ദൂതന്മാർ തൻ്റെ മുറിയിലേക്ക് കടന്നു പോകുവാനും മുറിയിലേക്ക് കടന്നുപോയതായ ദൂതന്മാർ പെട്ടെന്ന് തന്നെ ശുശ്രൂഷിച്ച് തന്നെ ഒരുക്കുവാനും ഇടയാക്കി തീർത്തു. ഒരുക്കി കഴിഞ്ഞപ്പോൾ ഒരു സിംഹാസനം അവിടെ നിന്ന് ഇറങ്ങി വരുവാനും ആ സിംഹാസനത്തിൽ കയറി താന് അതിൻ്റെതായ സ്ഥാനത്തേക്ക് പോകുവാനും ഇടയായി തീർന്നു എന്നുള്ളതായ ഒരു കാഴ്ച. കൊച്ചുകുട്ടിയാണ്, 10-12 വയസ്സിൽ താഴെ മാത്രമേ ഉള്ളൂ. ആ പ്രായത്തിലുള്ളതായ കുട്ടി ഇത് കാണുവാനും ഇടയായി തീർന്നു. ദൈവനാമത്തിന് മഹത്വം. കണ്ടു കഴിഞ്ഞോ എന്ന് ഇന്ന് കഴിഞ്ഞ 2-ാം തീയതി ഞായറാഴ്ച സഭായോഗാനന്തരമാണ് എന്നോട് പറയുവാനിടയായി തീർന്നത്. ദൈവനാമത്തിന് മഹത്വം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹൃദയത്തിലൊരു തിടുക്കം മനസ്സിൽ വന്നു. എന്തായിരിക്കും ദൈവം ചെയ്യാൻ പോകുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ വന്നെങ്കിലും ഇത്രയും പെട്ടെന്ന് ദൈവം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അനേകം വിധത്തിലുള്ളതായ സന്ദർഭങ്ങൾ, കഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോഴൊക്കെയും പ്രാർത്ഥിച്ചൊരാശ്വാസം പ്രാപിക്കുന്നതായ അന്തരീക്ഷം കണ്ടിരുന്നത് കൊണ്ട് തനിക്ക് നേരിട്ടതായ ആ കഷ്ടത്തിൻ്റെ മധ്യേ ഒരാശ്വാസം തന്നെ ദൈവം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ തന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി എത്ര ആ കുട്ടി കണ്ടതായ സ്തോത്രം ദർശനത്തോടുള്ളതായ ബന്ധത്തിൽ എത്ര വിശേഷിപ്പിക്കപ്പെട്ട നിലയിൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകുവാനിടയാക്കി തീർത്തു. തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായ നല്ല വേലകളെ ഓർത്തുകൊണ്ടും ദൈവത്തിന് സ്തോത്രം അനേകർക്കൊരാശ്വാസമായി അനുഗ്രഹമായിരുന്ന തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാ നല്ല വേലകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥാനത്തേക്ക് തക്കതായ ആളുകളെ എല്ലാം സർവശക്തനായ ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തുടർന്നുള്ളതായ ശുശ്രൂഷകൾ എത്രയും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നിലൂടെയും തന്നിലും ദൈവം നിവർത്തിച്ചതായ ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തിരുവനന്തപുരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 100 കണക്കിന് പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകർ ശുശ്രൂഷയ്ക്കായി വരികയും പലരും നല്ല നിലയിൽ ഉപയോഗിക്കപ്പെട്ട ഈ സഭയ്ക്ക് നല്ല സേവനങ്ങൾ കാഴ്ചവെച്ച് ദൈവസഭയിൽ പ്രവേശിച്ചു. ഇന്നും അനേകരും ആ ശുശ്രൂഷയിൽ ഈ വേലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി കാണപ്പെടുകയാണ്. അതിലൊരാളാണ് ഈ പ്രിയപ്പെട്ട പാസ്റ്റർ സാജൻ. തന്നെ പരിചയപ്പെട്ടതായ നാൾ മുതൽ ആ സ്നേഹബന്ധം നിലനിർത്തുന്നതിനും പരസ്പരമുള്ള പ്രാർത്ഥനയും ബന്ധവും ഐക്യതയും സഹോദരത്വവും പുലർത്തുന്നതിനും ദൈവം കൃപ ചെയ്തു. എനിക്കില്ലാത്തതായി ഞാൻ കാണുന്ന ഒട്ടനവധി സദ്ഗുണങ്ങൾ ഈ പ്രിയപ്പെട്ട ദേവദാസനിൽ ഉണ്ട്. അവയൊക്കെ ഓരോരുത്തരും പരാമർശിച്ചതുകൊണ്ട് അതോരോന്നായി ഞാൻ പറയുവാൻ തുനിയുന്നില്ല. ഞാൻ പൊതുവെ ഒരു ഗൗരവപ്രകൃതക്കാരനാണ്. ഒരിക്കൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഒന്ന് ചിരിച്ചുകൂടെ?
അപ്പോൾ എനിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല, ഞാൻ തിരിച്ചുപോയി. എന്നാൽ അദ്ദേഹം കഷ്ടത്തിൻ്റെ പാതയിൽ പോയപ്പോൾ ഞാൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ചിരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോടും ചോദിക്കും, ഒന്ന് ചിരിച്ചുകൂടെ? ശരീരത്തിൻ്റെ കഷ്ടങ്ങൾ മറന്ന അദ്ദേഹം ചിരിക്കുവാനും ചിരിപ്പിക്കുവാനും എനിക്കൊരു കഴിവുണ്ടായിരുന്നു. ഇങ്ങനെയും ഈ ഒരു നല്ല അവസാന ശുശ്രൂഷ കൊടുത്തതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. സുവിശേഷ വിരോധികൾ പിടിച്ച് ഒരു വെള്ളം നിറച്ച് ടാങ്കിൽ നിർത്തി. തൻ്റെ മൂക്കിൻ്റെ ദ്വാരം വരെ ആ ടാങ്കിൽ വെള്ളമുണ്ടായിരുന്നു. അവർ മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത്. തള്ളവിരലിൽ, കാലിൻ്റെ തള്ളുവിരലിൽ നിവർന്നു നിന്നാൽ മാത്രമേ ശ്വാസം കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ 12 മണിക്കൂർ ആ ടാങ്കിൽ നിർത്തി. അവരത് സഹിച്ചു. യേശുവെ കൃപ തരണമെന്ന് മാത്രം പറഞ്ഞു. പിന്നീട് 100 ക്രിമിനൽസിൻ്റെ കൂടെ ജയിലിൽ അവരെ ആക്കി. അവർ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ, നീ എനിക്ക് കാവലായിരിക്കണമേ. അത്ര ക്രൂരരായ ആ ക്രിമിനൽസിനിടയിൽ ഒരു വ്യക്തി പോലും ആ സ്ത്രീയെ സ്പർശിച്ചില്ല. അവർ പിന്നീട് ഇങ്ങനെ, അതിൽ ഒരാൾ പിന്നീട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആ സ്ത്രീയിൽ ഞങ്ങളുടെ ദൈവിക ചൈതന്യം കണ്ടു. ഒരു ദിവ്യ തേജസ്സിൻ്റെ വലയം അവർക്ക് ചുറ്റിനും കാണാൻ കഴിഞ്ഞു എന്നാണ്. സഹനത്തിൻ്റെ വേളയിലാണ് ഒരു വിശ്വാസി ആരാണ്, ഒരു ശുശ്രൂഷകൻ ആരാണ് എന്നുള്ളത് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു പറഞ്ഞത്, തന്നെ നിര്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നു എന്നുള്ള ഒരു ഉപമ പറയാനിടയായത്. ഒരു ഗോതമ്പ് ധാന്യമെടുക്കുമ്പോൾ 2 തിരിക്കാം, ഭക്ഷണത്തിനുള്ളത് അടുത്ത വിത്തിനുള്ളത്. എന്നാൽ കൃഷിക്കാരെല്ലാം ഏതിൻ്റെയും വിത്ത് ആദ്യം തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതിനെ മാറ്റിവെക്കും, പിന്നീടാണ് ഭക്ഷിക്കുക. അത് പ്രിയമുള്ളവർ, ശുശ്രൂഷകരാണ് ദൈവസഭയുടെ വിത്ത്. ഇത് മാറ്റിവെക്കണം. ഓരോ കുടുംബസ്ഥരായ സഹോദരി സഹോദരങ്ങളും നിങ്ങൾ ഏറ്റവും നല്ലതിനെ വിത്തായി, ദൈവസഭയുടെ മുതൽക്കൂട്ടായി, ദൈവരാജ്യത്തിന് 8 മണിക്കായി മാറ്റിവെക്കണം. അതിൽ അലംഭാവം കാണിച്ചുകൂടാ. ഈ അടുത്ത സമയത്ത് ഒരു കാനഡയിലുള്ള ഒരു സഹോദരൻ, അധികം വയസ്സില്ല, ഒരു 28 വയസ്സേ ഉള്ളൂ, എങ്കിലും ക്യാൻസർ രോഗിയായി അങ്ങേറ്റമായി. ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? ആ വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന ആൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായിരുന്നു ആഗ്രഹം, അതായിരുന്നു ദൈവവിളി. എന്നിട്ട് ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ, ആ വ്യക്തിയാണ് ഈ കുരുകൊപ്പിച്ച് കുടുംബസ്ഥനാക്കി ഇന്ന് ഈ നിലയിലാക്കിയതെന്ന്. പ്രിയമുള്ളവരെ, പാസ്റ്റർ MD തോമസ് അവர்கள் അദ്ദേഹം സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പറയുന്നൊരു വാചകമുണ്ട്. കുടുംബസ്ഥനായി ഒരു വിശ്വാസിയായിരിക്കേണ്ടവർ ആരും ശുശ്രൂഷയ്ക്ക് വരുവാൻ ഇടവരരുത്. ഒരു ശുശ്രൂഷകനായിരിക്കേണ്ടവർ ഒരിക്കലും അവൻ ഒരു കുടുംബസ്ഥനായി ഒരു വിശ്വാസി നിലയിലോ ലോകത്ത് ജീവിക്കാൻ ഇടവരരുത്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും അവരവരുടേതായ വിളിയുണ്ട്. അതുകൊണ്ട് ബഹുമാന്യരായ വിശ്വാസികൾ പറയാനുള്ളത്, വിത്തെടുത്ത് കുത്തല്ലേ. ഇത് മലയാളത്തിലൊരു ചൊല്ലാണ്. ശുശ്രൂഷകർക്ക് വേണ്ടി, ശുശ്രൂഷകരായിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേർതിരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഇത് ദൈവരാജ്യത്തിൻ്റെ 8 മണിക്കൊരു ഭീഷണിയും ദൈവസഭയ്ക്കൊരു നഷ്ടവുമാണ്. അതിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയെങ്കിൽ അതിന് പുനർചിന്തനം ചെയ്ത് ഇനി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുവാൻ മുമ്പോട്ട് വരേണ്ടത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ട് അത് സഹനം ഈ ശുശ്രൂഷയിലുണ്ട്, അത് ക്രൈസ്തവ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറ അത് ആഗ്രഹിക്കുന്നില്ല. വില്യം ബൂത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു, നരകമില്ലാത്ത സ്വർഗം. അതെ, ഇന്ന് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് നരകം, പാപത്തിന് ശിക്ഷ, ന്യായവിധി, ഇതിനെക്കുറിച്ചും ചിന്തിക്കാൻ മനസ്സില്ല. കേവലം സ്വർഗം. ചില മതങ്ങൾ സ്വർഗത്തിലും മദ്യവും മദിരാക്ഷിയും കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് കേട്ട് അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമായി തീർന്നു. മനസ്തന്ത്രമില്ലാത്ത പാപമോചനം, കേവലം കരങ്ങൾ ഉയർത്തി ഓ കർത്താവിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരനുഭവം അല്ല. തകർന്ന മനസ്സോടെ, കണ്ണുനീരോടെ, പശ്ചാത്തലത്തോടെ കാൽവരിയെ നോക്കി കരഞ്ഞ പാപമോചനം പ്രാപിക്കുന്ന അനുഭവമാണ് ആവശ്യം.
ശവസംസ്കാര ശുശ്രൂഷയുള്ളതായ ബന്ധത്തിൽ നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നു. ഒരു കൂട്ടർക്ക് അവരുടേതായ ദുഃഖമുണ്ട്. എന്നാൽ ദുഃഖം വിവിധമായ നിലയിൽ നമുക്ക് വിഭാഗിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷക്കാരൻ കടന്നു പോകുമ്പോൾ ഏറ്റവും അധികമായിട്ട് ദുഃഖിക്കുന്നത് ഇതിൻ്റെ മുഴുവേലയും കൺട്രോൾ ചെയ്യുന്നതായ നടത്തിപ്പുകാർക്കാണ്. കാരണം ആ സ്ഥാനത്തേക്ക് വേറൊരാളില്ലല്ലോ എന്നുള്ളതാണ്. പിന്നീട് സെൻട്രൽ ചുമതലക്കാരനും കാണും, തുടർന്ന് അവരുടെ സ്വന്തം ബന്ധുമിത്രാദികൾക്കും കാണും. മറ്റവർക്കും അവരുടേതായ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. തന്നെ സ്നേഹിച്ചവരും താൻ സ്നേഹിച്ചവരും ആയ പലരും കാണും. അവർക്കും അവരുടേതായ ദുഃഖവും പ്രയാസവുമെല്ലാം കാണും. എന്നാൽ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഒരു ശുശ്രൂഷക്കാരൻ നല്ലവണ്ണം ശുശ്രൂഷ ചെയ്ത ആ ശുശ്രൂഷക്കാരൻ കടന്നുപോയുള്ളതായ ദുഃഖമാണ്. അതാണല്ലോ നമ്മുടെ പലവിധമായ സാക്ഷിയിൽ അതിൻ്റെ വോയിസ് എല്ലാം അതായത് നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ ആയിരിക്കട്ടെ. ഒരുപക്ഷെ ഓരോരുത്തർക്കും ഓരോ സന്തോഷകരമായ അനുഭവങ്ങളും കാണും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ഇങ്ങനെയുള്ളതായ ശുശ്രൂഷ ഒരു ഫെസ്റ്റിവലല്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നല്ല വീഡിയോയും മറ്റുള്ളതായ ആഡംബര കാര്യങ്ങളുമെല്ലാം അവതരിപ്പിച്ച് അങ്ങനെയുള്ളതായ സന്തോഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ പരിമിതമായ അളവിൽ നമ്മളെല്ലാം ഇതെല്ലാം അനുവദിക്കുന്നുണ്ട്. അവരുടെ സ്വന്തക്കാർക്ക് ബന്ധുമാത്രാദികൾക്ക് വേണ്ടി ചില ഫോട്ടോയോ വീഡിയോകളൊക്കെ എടുക്കുവാനായിട്ട് നടത്തിപ്പാരും അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷ ലളിതവും അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹവുമായി തീരേണ്ടതിനായിട്ട് നമ്മൾ അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. ഈ വേദിയിൽ ഞാനും അധികമായിട്ട് സന്തോഷിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പ്രത്യാശ അധികമായിട്ട് വർദ്ധിക്കട്ടെ. തിരുവചനത്തിനൊരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ കൂടി ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം 11:16 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. ക്രിസ്തീയ സഭയുടെ പ്രത്യാശ അതാണ്. വിശ്വാസികളായാലും അത് ശുശ്രൂഷക്കാരായാലും ഘനമായൊരു പ്രത്യാശയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മരണത്തിനപ്പുറമായ ഒരു ജീവിതം, മരണത്തിനപ്പുറമായ ഒരു പ്രത്യാശയുടെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാനുള്ളതായ അവസരങ്ങളല്ല. ഈ ശുശ്രൂഷ ഒരു പ്രസംഗ വേദിയുമല്ല. എങ്കിലും ഏതാനും ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെയുള്ളത് കൃത്യസമയത്ത് നിർത്തണമെന്നുള്ളതായ ഒരാലോചനയുണ്ട്. അതും എൻ്റെ മനസ്സിലുണ്ട്. സ്തോത്രം. അതിയെപ്പറ്റും പോകാൻ പാടില്ല, പറയാനും പാടില്ല. സമയം മാത്രം ഞാൻ പറയത്തില്ല. ഇവിടുത്തെ ശുശ്രൂഷകനോട് ഞാൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. എങ്കിലും പിന്നീട് പറഞ്ഞ് അല്പം മുൻപോട്ട് പോയാലും കുഴപ്പമില്ലെന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെയായാലും സന്ദർഭം അനുസരിച്ച് കൃത്യനിഷ്ഠ നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമാണ്. ഒരു ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലേണ്ടതായ കൃത്യസമയം ഉണ്ട്. അത് നേരത്തെ വന്നാൽ ഔട്ടറിൽ കിടക്കണമെന്നാണ് നിയമം. ഫാസ്റ്റായിട്ട് വന്നാൽ ഇടിച്ച് കയറി ടെർമിനൽ ഇടിച്ച് കളയും. അതും പാടില്ല. അപ്പോൾ ഓരോ നിയമങ്ങളും വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആത്മീയ ശുശ്രൂഷകൾക്കും എല്ലാ പ്രത്യേകമായ നിയമങ്ങളും വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതനുസരിച്ചാണ് ഇവിടുത്തെ ശുശ്രൂഷയും ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പല ദൂരദേശത്തു നിന്നും വന്നവർ കാണും. ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് തക്ക സമയത്ത് അവിടെ ആയിട്ട് എത്തേണ്ടതായിട്ടുണ്ടല്ലോ. എങ്കിലും ഭാഷ സ്വാധീനമുള്ളതായ ബഹുമാനത്തിലും അവരുടെ ഭവനത്തിലുള്ളതായ ദുഃഖത്തിലുമാണ് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പലരും സാക്ഷ്യം പറഞ്ഞു. എല്ലാം യാഥാർത്ഥ്യങ്ങളായിരിക്കുമെന്ന് പറയുവാണ്ടൊക്കെ
സാധിക്കുന്നുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. താൻ സൗഖ്യമില്ലായിരുന്ന സമയത്ത് ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം 2 പ്രാവശ്യം കടന്നു വരുവാൻ തക്കവണ്ണം എന്നാൽ കഴിവുള്ളതായ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ആശ്വസിപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായ വാക്കുകളായിരുന്നു തൻ്റെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധേയമായ ഒരു വിഷയമായിട്ട് ഞാൻ എടുക്കുകയാണ്. തൻ്റെ ശാരീരികമായ കഷ്ടങ്ങൾ വല്ലതയാണെന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ വണ്ണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെതായ വിശ്വാസത്തെയും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് താൻ മുൻപോട്ട് പോയി. തക്ക സമയത്ത് തക്ക വിളവായി ദൈവം തന്നെ തൻ്റെ സ്ഥലത്തിൽ ചേർത്തുകൊണ്ടും അതെല്ലാം ദൈവ ഇഷ്ടമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയുള്ളതായ ബന്ധത്തിൽ ദീർഘമായ പരിചയവും സ്നേഹവുമുണ്ട്. സ്തോത്രം. പല പ്രസംഗ വേദികളിലും തൻ്റെ വചനങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം സഹായിച്ചിട്ടുണ്ട്. ഇവിടെ പലരും സാക്ഷി പറഞ്ഞതുപോലെ സുവിശേഷത്തോടുള്ളതായ ആ ബന്ധത്തിൽ ഒരു തീഷ്ണനായ ഒരു വ്യക്തിയായിരുന്നുവെന്ന് പലരും സാക്ഷ്യം പറയും. സ്തോത്രം. അപ്പോൾ തന്നെ താൻ ഏത് അനുഭവത്തിൽ നിന്നാണ് കടന്നു പോകുന്നുള്ള കാര്യം കൂടി സാക്ഷ്യം പറഞ്ഞു. താൻ ദൈവഭാവത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നായ ആ വ്യത്യാസങ്ങളെക്കുറിച്ച് തൻ്റെ കുടുംബത്തിലുള്ളവരും സാക്ഷ്യം പറഞ്ഞു. അത് തന്നെ ചിന്തിപ്പിച്ചതായൊരു കാര്യം, തെങ്ങിൻ്റെ മണ്ടയിൽ വെച്ച് തന്നെ കരിക്ക് വെട്ടിക്കുടിച്ചു. പിന്നീട് വരുന്നവർക്കെല്ലാം കരിക്ക് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഒരാളിൽ പറയുമ്പോൾ ഞങ്ങളുടെ ദേശവും തെങ്ങും തേങ്ങയൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. ഈ 2 മാസം കൂടി ഇരിക്കുമ്പോൾ അതിൽ അടക്കുന്നതിന് വേണ്ടി അതിലുള്ള ആൾക്കാർ വരും. ഓരോ സമയത്തിന് ഓരോ കരിക്കെങ്കിലും എനിക്ക് വെട്ടിത്തരും. അങ്ങനെ പതിവുണ്ടായി. 1 മാസത്തിൽ എനിക്ക് കരിക്ക് കിട്ടിയില്ല. 10-12 വയസ്സുള്ളപ്പം മാത്രമാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ 10-30 അടി ഉയരമുള്ളതായ ഒരു തെങ്ങുണ്ടായിരുന്നു. അത് നല്ല കരിക്ക് കിടക്കും. പക്ഷെ എനിക്ക് കയറാനും വയ്യ. പക്ഷെ ആരുമില്ല ഇട്ട് തരാൻ, കരിക്ക് ഇട്ട് തരുവാനായിട്ട്. ഞാൻ വീട്ടിൽ നിന്നൊരു കോടാലി എടുത്തുകൊണ്ട് വന്ന് പതുക്കെ വെട്ടാൻ തുടങ്ങി, തെങ്ങ് വെട്ടാൻ തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയാണ്. സ്റ്റോപ്പ്. മട എങ്ങോട്ട് വെച്ചെന്നറിയത്തില്ല. എനിക്ക് മടയും കൂടെ ഒന്നും എനിക്കറിയത്തില്ല. ഞാനത് വെട്ടാൻ തുടങ്ങി. വെട്ടി താഴെ ഇട്ടു. കാരണം ഒരു ചെറിയ കരിക്ക് കുടിക്കുന്നതിന് വേണ്ടി. സ്റ്റോപ്പ്. ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു ചിന്താ വിഷയമായി. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ വലിയ കാര്യങ്ങൾ നമ്മളെ നഷ്ടപ്പെടുത്തുമെന്നുള്ള ഒരു പാഠം കൂടിയായിരുന്നു. എനിക്ക് വല്ല വിധത്തിലും ഒരു കരിക്ക് കിട്ടിയാൽ മതി. പക്ഷെ തെങ്ങ് പോയത് വലിയ ഖേദം. ആ തെങ്ങ് വന്ന് വീണത് ഒരു കലുങ്കിൻ്റെ പുറത്തായി. അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വീട്ടിലുള്ളതായ എൻ്റെ ജ്യേഷ്ഠൻ വന്ന് എന്നെ പടപട അടിയുന്നത്. പക്ഷേ ആ കലുങ്ക് എനിക്കൊരു ഓർമ്മയായി. പലപ്പോഴും ചെറുപ്പത്തിൽ ആ കലുങ്കിൻ്റെ മുകളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ കരിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അത് വെള്ളം വന്ന് ഇങ്ങനെ ശക്തിയായി വീഴുന്ന സമയത്ത് അവിടെ പലവിധത്തിലുള്ളതായ പാറകളുണ്ടായിരുന്നു. ആ പാറകൾ പോളിഷ് ചെയ്ത പാറകളായിട്ട് ഞാൻ കണ്ടു. അത് അസ്തമന സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ അത് നോക്കിയിരുന്നു. താഴെ നോക്കുമ്പോൾ പോളിഷ് ചെയ്തതായ പാറകൾ. മുകളിലോട്ട് നോക്കിയപ്പോൾ മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പായുകയാണ് ഏതോ പറഞ്ഞുകൊണ്ട്. പ്രകൃതി തന്നെ ഒരു സുവിശേഷം പറയുന്നതായിട്ട് കാണും. പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. അതേ ഒരു സ്ഥലത്തുനിന്ന് ഉയർന്നു വന്നതായ സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുവാനായിട്ട് പോകുന്നു. ഇതെല്ലാം ഒരേ ദൃഷ്ടിയിൽ കാണുവാനായിട്ടിടയായി. പാസ്റ്റർ സാജൻ്റെ ജീവിതം അതായിരുന്നു. ഉദിച്ച് വന്നു തൻ്റെ പ്രവൃത്തി ചെയ്തു.
പകലുള്ളിടത്തോളം തൻ്റെ പ്രവൃത്തി ചെയ്തു. അവസാനമായിട്ട് അസ്തമിച്ചു. എന്നാൽ അസ്തമിച്ചത് വീണ്ടും തിരിച്ചു വരുമെന്നാണ്. മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ പോലെ വേറൊരനുഭവത്തിൽ തിരിച്ചു വരുമെന്നുള്ളതായ ഒരു കാര്യം കൂടി അവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പാസ്റ്റർ സാജൻ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരളവിൽ ജഡപ്രകാരം അതേ മറിഞ്ഞു പോയെങ്കിൽ തന്നെയും ഒരു സുപ്രഭാതത്തിൽ തേജസ്വേറിയതായ ഒരു ശരീരത്തോടെ മടങ്ങി വരുന്ന ഒരു പ്രത്യാശയുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ നമുക്ക് കാണാം. അത് മറയുന്നില്ല. വേറെ സന്ദർഭത്തിൽ അത് തേജസ്സോടെ വരുന്നതായ ഒരു കാലം വരാനായിട്ട് പോവുകയാണ്. സ്തോത്രം. ആ പ്രത്യാശയുടെ അനുഭവം പ്രാപിച്ച് കടന്നു പോകുവാൻ ഈ പകൽക്കാലം കർത്താവിനെ ഒന്നുകൂടി സഹായിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം അസ്തമിച്ചില്ല. അത് ഒരു സമയത്ത് വീണ്ടും ഉദിക്കും. കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത വിശ്വാസികളായാലും അതേ ശുശ്രൂഷക്കാരായാലും അവനോടൊപ്പം മടങ്ങി വരുന്നതായ ഒരു കാലഘട്ടമുണ്ടെന്ന് നമുക്ക് കാണുവാനൊക്കെ വണ്ണം സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും പോകാവുന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നമ്മുടെ വേദിയിൽ ഒരു അച്ചടക്കം ഉണ്ടാകട്ടെ. സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു കോർസ് കൂടെ പാടുകയാണ്. സ്തോത്രം. പ്രത്യാശയോടിയിലോ ശുശ്രൂഷയുടെ ഈ ശ്രേഷ്ഠമായ ഒരു നിലവാരത്തിലേക്ക് അവിടെ ദാസനെ വിളിച്ചത് ഓർമ്മ സ്തുതിക്കുന്നു. ആ ഭവനത്തെ അനുഗ്രഹിക്കണം. തന്റെ ബന്ധുമിത്രാദികളെയോ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഇത്ര വിശേഷമായ അനുഭവത്തിലേക്ക് വരാതിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. കർത്താവെ സ്തോത്രം. കേരളപ്പെട്ട് ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് അനേക നിയമങ്ങളുടെ കടലിനെ തുടയ്ക്കുവാൻ അനേകരെ നിത്യജീവനിലേക്ക് നടത്തുവാൻ താവേ തൊഴിലുകളിൽ പോയി സാക്ഷിപ്പാൻ കർത്താവ് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഉപയോഗിച്ചു പോകുന്ന സ്തോത്രം. ജീവിതത്തിലെ കഷ്ടങ്ങളിൽ പരീക്ഷയുടെ ശോധനകൾ സമശക്തനാദ്യം തുണയായിരുന്നു. യുദ്ധങ്ങളെയും നടത്തി ജയം നൽകി ശത്രു ജയിക്കാതെ അവർ ദൈവപ്പെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വാസത്താൽ ജീവിച്ചുകൊണ്ട് ദൈവമായ ജീവിതം കർത്താവിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ആരോഗ്യവും ശക്തിയും ബുദ്ധിയും താളത്തുകളെല്ലാം കർത്താവിന് വേണ്ടി ചെലവഴിച്ച് പാനീയാകമായി ഒഴിക്കപ്പെട്ട് ഭാഗ്യമൊന്നും വയ്ക്കാതെ കർത്താവിന് സന്നിധിയിലായി തീരുവാൻ കൊടുത്ത ഭാഗ്യത്തിനാണ് നന്ദിയോടെ സ്തോത്രം. തന്നിൽ വിശുദ്ധീകരിച്ചല്ലോ കർത്താവിന് വേണ്ട ഏതെങ്കിലും ഒരു കരടോ കടന്നു ശീർഷിക്കുന്നെങ്കിൽ അതോടെ ദുരിതത്തക്കവണ്ണം അവസാന സമയങ്ങളിൽ ശരീരമായ ക്ലേശങ്ങൾ കടന്നുപോയി എല്ലാം പൂർത്തീകരിച്ച് ഒടുവിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം പോലെ സുഖിതന്മാരോട് കടന്നു വന്നു ആത്മാവിനെ ചേർത്തുകൊണ്ട് പ്രദേശത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സ്തോത്രം. താൻ കൊടുത്ത അധ്വാനിച്ചമായി ഒരുപാട് തന്നെ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൽ താൻ വിശ്രമിക്കുന്നവരും താൻ മാറ്റി വെച്ചിട്ട് പോയ ശുശ്രൂഷ ചെയ്യുവാനായി അനേക യൗവനക്കാർ
തന്നോടെല്ലാം അറിയിച്ചു. അവിടെല്ലാം പോയി ദൈവസ്ഥ രാമകൾ കരഞ്ഞോ പ്രാർത്ഥിച്ചു. അവിടെ എല്ലാം യുവതിയോക്കന്മാർ എഴുന്നേൽക്കുവാൻ സഹായിക്കുന്നതിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്തോട്ട് കടന്നു ഒടുവിൽ ശുശ്രൂഷ നിമിത്തമായി ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭ കൂടി അനുഗ്രഹിക്കപ്പെട്ട് അനേക ശുശ്രൂഷകരെ വളർത്തിയെടുക്കുവാൻ, അനേകരെ മുൻപോട്ട് കരം പിടിച്ച് ഉയർത്തിയെടുക്കുവാൻ തന്നെ ഉപയോഗിച്ചു. അവരെല്ലാവരും ശുശ്രൂഷ നിലനിൽക്കട്ടെ. ഈ ശുശ്രൂഷ പകരുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി തികച്ച് ഞങ്ങളെ ഓട്ടവും പൂർത്തീകരിച്ച് ഞങ്ങൾ വരുമ്പോഴെങ്കിലും പാലൊരുക്കേണ്ടതിനാണ് പ്രാർത്ഥിക്കുന്നു. സിയോനിൽ ദൈവത്തോട് വസിപ്പാനായി അവനെ വിളിച്ച് വേർതിരിച്ചു. നാം നിലയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. സഹോദരൻ, ഞങ്ങളുടെ പ്രത്യാശയുടെ തീരത്ത് എത്തിച്ചേരുവോളം ലോകത്തെ ഓണങ്ങളുടെ തീരുമാനങ്ങളിൽ ആ കാറ്റിനെ അതിജീവിച്ച് ഞങ്ങളുടെ പടവിശ്വോധർമ്മം എത്തിച്ചേർന്ന് കർത്താവിനോടും ഞങ്ങളതിന് മുമ്പേ കടന്നുപോയ അനേകായിരം വിശുദ്ധന്മാരോട് നിത്യത്തിലായിരിക്കാൻ ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പ്രത്യേകം തരുന്നു, ആശ്വസിപ്പിച്ചാണ്. എല്ലാ വിശ്വാസികളെ ശുശ്രൂഷ തരുന്നു, അവരെ ബലപ്പെടുത്തിയാണ്. ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ച് വഴിയെന്തരത്തിലോ ഭാഗ്യമുണ്ട് ഓട്ടമോടി തികച്ചു കർത്താവിന് കൊടുത്തിട്ട് ദർശിപ്പാൻ യോഗ്യരാകുന്നവർക്ക് ഈ ശുശ്രൂഷകൾക്കായി പ്രത്യാശാസന്മാരെ ഉപയോഗിച്ചതിനായി സ്തോത്രം. പ്രത്യേക തൻ്റെ കഷ്ടത്തിലും തൻ്റെ ദുഃഖത്തിലുമൊക്കെ ആശ്വാസമായിരുന്നവർ, പ്രാർത്ഥിച്ചവർ, ശുശ്രൂഷിച്ചവർ, അടുത്ത വകയിലിരുന്നവർ, എല്ലാം നിലയിലും പിന്തുണക്കുന്നവർ അവരെ നീ അനുഗ്രഹിച്ച് അവിടെ കഷ്ടത്തെയും തുണയായിരിക്കും. വരുമാനങ്ങളൊരുക്കും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ സ്തോത്രം. എല്ലാവരും ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നിന്നോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സർവശക്തനായ ദൈവം അതതിൻ്റെ സമയത്ത് സകലം നന്നായി ചെയ്യുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം നന്നായി ചെയ്തതിനാൽ ചേർന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ജനനം മുതൽ ദൈവസന്നിധിയിൽ ചേർത്ത് കൊള്ളപ്പെടുന്നതായ സമയം വരെ എല്ലാ പാതകളിലും ദൈവത്തിൻ്റെ കരം തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ചേർന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, തൻ്റെ കൽപ്പനയാകുന്ന മുഴുവൻ ജനസ്നാനം സ്വീകരിപ്പാൻ, തുടർന്ന് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അപ്പസ്തോലിക ഉപദേശ സത്യത്തിനനുസരിച്ച് മാതൃകാപരമായ ഒരു ജീവിതം നയിപ്പാൻ കൊടുത്ത ഭാഗ്യത്തെ ഓർത്തോട് ചേർന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വയൽ പ്രദേശത്തേക്ക് താൻ കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു എന്ന് ലോകസ്ഥാപനത്തിന് മുന്നേറുന്നതിനാൽ ചേർന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പല സെൻറ്ററുകളിലായിട്ട് അനേകം സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ തേജസ്സോടെ അതിൻ്റെ നിറവോടെ ചെയ്യുവാൻ തന്നെ ബലപ്പെടുത്തി എല്ലാവരിലും സഹായിച്ചല്ലോ. അതിനാൽ ചേർന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം.